ഹായ് ഓൾ, നമുക്കിന്ന് ആദ്യമായിട്ടൊരു വോയിസ് ഓവർ കൊടുത്തു നോക്കിയാലോ. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ആദ്യം ക്രാഫ്റ്റ് വീഡിയോസാണ് ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പയ്യെ അത് പെയിൻറ്റിങ് വീഡിയോസിലേക്ക് സ്വിച്ച് ചെയ്തു. ഇതിപ്പോൾ എൻ്റെ ഒരു തേർഡോ ഫോർത്തോ പെയിൻറ്റിങ് വീഡിയോ ആണ്. ഞാൻ ഇത്രയും നാൾ മ്യൂസിക്കാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കിന്ന് തോന്നി മ്യൂസിക് കോപ്പി ആയിട്ടില്ലാതെ തപ്പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുത്ത് നോക്കാമെന്ന്. ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റോ ഞാൻ പെയിൻറ്റിങ് പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു രീതിയിൽ എൻ്റെ വേ ഓഫ് ആർട്ട് അല്ലെങ്കിൽ വേ ഓഫ് സ്റ്റൈലിൽ പെയിൻറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. ഇത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് പിൻട്രസ്റ്റൊക്കെ നോക്കി പടം വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ വരയ്ക്കുന്ന ചില പെയിൻറ്റിങ്സൊക്കെ നല്ലപോലെ ഫ്ലോപ്പ് ആവാറുണ്ട്, ചിലതൊക്കെ സക്സസ്ഫുൾ ആവാറുണ്ട്. ഞാനിവിടെ വിചാരിക്കുന്നത് ഞാനിപ്പോൾ വരയ്ക്കുന്നത് സക്സസ്ഫുൾ ആയാലും അല്ലെങ്കിലും ഞാൻ ഇവിടെ എന്തായാലും ഇടാം. ഇപ്പോൾ എന്തെങ്കിലും കുഞ്ഞു തെറ്റൊക്കെ വന്നാലും ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി ഞാൻ അപ്ലോഡൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. പിൻട്രസ്റ്റിലെ ഒരു റെഫറൻസ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ വേയിൽ, പിൻട്രസ്റ്റിലെ വേറൊരു വേയിലാണ് കണ്ടതെങ്കിലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ കംഫർട്ടബിൾ ആക്കി ഞാൻ പെയിൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എന്തെങ്കിലും ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പടം അല്ലെങ്കിൽ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ക്രാഫ്റ്റ് വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നതെന്ന്. എനിക്ക് ക്രാഫ്റ്റിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ പണ്ട് മുതലേ പെയിൻറ്റിങ്ങിനോടാണ്. കളർ മിക്സ് ചെയ്യുക, പല ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ പെയിൻറ്റിങ്ങിലേക്ക് സ്വിച്ച് ചെയ്തത്. ക്രാഫ്റ്റ് ഇരുന്ന് ചെയ്യാനുള്ള ക്ഷമ എനിക്ക് ഇല്ല എന്ന് ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ എനിക്ക് കംഫർട്ടബിൾ പെയിൻറ്റിങ് വീഡിയോസ് ആയിരിക്കുന്നു. ആദ്യം ഞാൻ കരുതിയത് പെയിൻറ്റിങ് വീഡിയോസ് എനിക്ക് ഇടാൻ പാടാണ്, റെക്കോർഡ് ചെയ്യാൻ പാടാണെന്നാണ്. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നതിനാണല്ലോ ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോബിയിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, ഒരു കംപ്ലീറ്റ് ഫീൽ ആയി കിട്ടുന്നുണ്ട്. അതിലെല്ലാത്തിനും ഉപരി ഡെയിലി വീഡിയോ ചെയ്യാൻ തോന്നാറുണ്ട് ഇപ്പോൾ. സോ താങ്ക് യു സോ മച്ച്.